ബിരിയാണി പ്രതീക്ഷിച്ചെത്തിയവർക്ക് കിട്ടിയ സദ്യ, അതാണ് ഹണി ബീ 2. സൗഹൃദങ്ങളുടെ കഥ പറഞ്ഞ ആദ്യ ഭാഗത്തിൽ നിന്നും അടിമുടി മാറ്റവുമായിട്ടാണ് രണ്ടാം ഭാഗം പുറത്തിറങ്ങിയിരിക്കുന്നത്. അന്തം വിട്ടുപോകുന്ന കഥയോ ട്വിസ്റ്റോ ത്രില്ലിംഗ് സ്വീക്വൻസോ ഒന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കരുത്. ആദ്യ ഭാഗത്തിന്റെ എനർജി ലെവൽ കാത്തുസൂക്ഷിക്കാൻ ആകാത്തത് ഒരു അപാകതയായി പറയാമെങ്കിലും രസച്ചരട് പൊട്ടിക്കാതെ ഒരു യൂത്ത് എന്റർടൈനിങ് സ്റ്റോറി പറയാനായതിൽ ലാൽ ജൂനിയർ അഭിമാനിക്കാം. സിനിമ മോശമാണെന്നോ ആസ്വാദന തലം കുറവാണെന്നോ അല്ല ഇതിനർത്ഥം. ഒരു കല്യാണ വീട്ടിൽ ചെന്ന് അതിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നതിന്റെ സുഖം കിട്ടും സിനിമ കണ്ടു കഴിയുമ്പോൾ. ഒരു കല്യാണ വീട്ടിൽ സാധാരണയായി കണ്ടുവരാറുള്ള തയ്യാറെടുപ്പുകളും തമാശകളുമാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം. സെബാനും ഏഞ്ചലും തമ്മിലുള്ള വിവാഹത്തിന്റെ ഒരുക്കങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. സെബാന്റെ കുടുംബത്തെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട തമാശകളും സൗഹൃദങ്ങളിലെ ചില സുപ്രധാന പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ബാക്കിപത്രം. ആദ്യ സിനിമയിലേതുപോലെ തന്നെ മദ്യപാനവും പുകവലിയും ട്രിപ്പിംഗ് കഥാപാത്രങ്ങളും ഈ സിനിമയിലും മാറ്റമില്ലാതെ തന്നെ തുടരുന്നുണ്ട്. ആദ്യ ചിത്രത്തിലേതുപോലെ തന്നെ ബാബുരാജ്, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ് എന്നിവർ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പ്രധാന കഥാപാത്രങ്ങളെ അതേപടി നിലനിർത്തിയപ്പോൾ അർച്ചന കവിക്ക് പകരം ബെഡായി ബംഗ്ലാഫയും ആര്യ സാറ എന്ന കഥാപാത്രമായും മിഖായൽ എന്ന ലാൽ കഥാപാത്രത്തിന്റെ ഭാര്യയുടെ റോളിൽ പ്രവീണയ്ക്ക് പകരം കവിതാ നായരും ഇടം പിടിച്ചു എന്ന് മാത്രം. മുൻ സിനിമയിലെ ഗർഭിണിയുടെ വേഷത്തിൽ കൃഷ്ണപ്രഭയാണ് ഇതിൽ അഭിനയിക്കുന്നത്. മുൻ സിനിമയിൽ പറഞ്ഞു കേൾക്കാത്ത സർപ്രൈസ് കഥാപാത്രങ്ങളായി ശ്രീനിവാസനും ലെനയും പ്രേംകുമാറും രംഗപ്രവേശനം നടത്തുന്നുണ്ട്. ദീപക് ദേവിന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ആൽബിയുടെ ഛായാഗ്രഹണവും മികച്ചതായിരുന്നു. ലാൽ മീഡിയ നിർമ്മിച്ച ചിത്രം വിതരണം ചെയ്തത് ആസിഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള ആദംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻസ് ആണ്. ഹായ് ഐ ആം ടോണി എന്ന സൈക്കോ ത്രില്ലർ ചിത്രത്തിന് ശേഷം ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത്. 2013 പുറത്തിറങ്ങിയ ഹണി ബീ എന്ന ട്രിപ്പിംഗ് സിനിമയുടെ തുടർച്ചയാണ് ഹണി ബീ 2 സെലിബ്രേഷൻസ്. ജീൻ പോൾ ലാൽ തന്നെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തില് തിരക്കഥയിലെ പോരായ്മകൾ അങ്ങിങ്ങായിട്ട് നിഴലിക്കുന്നു എങ്കിലും കോമഡിയും കൗണ്ടറുകളും ആവശ്യത്തിന് ചേർത്ത് രസകരമാക്കാൻ ലാൽ ജൂനിയറിന് സാധിച്ചിട്ടുണ്ട്. ഒരു വട്ടം ഒട്ടും മടുക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു തികഞ്ഞ എന്റർടൈനറാണ് ഹണി ബീ 2 സെലിബ്രേഷൻസ്. സിനിമ കണ്ടവർക്ക് അഭിപ്രായം താഴെ കമന്റുകളിൽ രേഖപ്പെടുത്താം. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.